Hey, I got something to say. I'm just so sick of hearing everyone complain. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് സ്കോഡയുടെ ഷോറൂമിലാണ്. സ്കോഡയുടെ കൈലാക്കിൻ്റെ പ്രസ്റ്റീജ് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന സ്പെക്കിൻ്റെ ഒരു ഡീറ്റെയിൽ വോക്ക് റൗണ്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ള എൻ്റെ പാർക്കിംഗ് ബേയിലാണ്. കുറേ വാഹനങ്ങൾ ഇപ്പം കിടപ്പുണ്ട്. സ്കോഡയുടെ കുറേ വേരിയൻസ് ഉണ്ട്. പ്രസ്റ്റീജ് ഉണ്ട്, സിഗ്നേച്ചർ ഉണ്ട്, സിഗ്നേച്ചർ പ്ലസ് ഉണ്ട്, പിന്നെ അവിടെ തന്നെ ഒരു കുറേ പ്രസ്റ്റീജ് ഉണ്ട്. ഐ തിങ്ക് 40% ഓഫ് വെഹിക്കിൾസ് ആർ പ്രസ്റ്റീജ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിനെക്കുറിച്ചാണ്. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഡിസൈൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോൾഡാണ്, ഒരു മസ്കുലറാണ്. ഇതിൻ്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്. കൈലാക്ക് എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റിൽ ക്രിസ്റ്റലിൽ നിന്നാണ്. ഈ കൈലാക്ക് എന്ന് പറയുന്ന പേര് സ്കോഡ ഒരു കോണ്ടസ്റ്റിൽ കൂടെ എടുത്ത ഒരു പേരാണ്. അപ്പം ഈ പേര് കേരളത്തിൽ നിന്ന് തന്നെ പോയത് ഒരു മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് പോയിരിക്കുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ പേരിലും ഉള്ള കാര്യം. നമുക്ക് ഡിസൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് സ്കോഡയുടെ ഒരു ടൈഗർ നോസ് ഗ്രിൽ അല്ലെങ്കിൽ സിഗ്നേച്ചർ ഡിസൈനാണ്. ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. നമുക്കുള്ള DRLs വരുന്നുണ്ട്. ഡ്യുവൽ ഫംഗ്ഷനാണ്. നമുക്ക് ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് അത് വർക്ക് ചെയ്യും. ഡേ ടൈം റണ്ണിംഗ് ലാംപ്സും ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് വർക്ക് ചെയ്യും. സ്കോഡയുടെ ലോഗോ വരുന്നുണ്ട്. സിഗ്നേച്ചർ ലോഗോ ആണ് വരുന്നത്. LED പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. സ്കോഡയുടെ ക്രിസ്റ്റൽ ലൈറ്റ്സ് എന്നും വേണമെങ്കിൽ പറയാം. ഇവിടെ തന്നെ നമുക്ക് കോർണറിങ് ഫോഗ് ലാംപ്സും ഓഫർ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ബമ്പേഴ്സിൻ്റെ കാര്യം പറയുന്ന ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്കിവിടെ തന്നെ സ്കിഡ് പ്ലേറ്റ്സ് വരുന്നുണ്ട്. സിൽവർ ഫിനിഷിലാണ് വരുന്നത്. ഓവറോൾ ഫ്രണ്ട് പ്രൊഫൈൽ കാണാൻ നല്ല രസമുണ്ട്. സൈഡ് പ്രൊഫൈൽ അണ്ടർ 4 മീറ്റേഴ്സിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നത്. നമുക്ക് വീൽസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. 17 ഇഞ്ച് വീൽസാണ്. 205/55 R17 ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഡുവൽ ടോൺ കളർ ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിൽ ഡ്രമ്മും ആണ് വരുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അറൗണ്ട് 200 mm ഓഫ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ സൈഡ് ക്ലാഡിങ്സ് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് പോയിരിക്കുന്നത്. പിന്നെ ഓവറോൾ നമുക്ക് ഓറിയംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓറിയംസ് ഡേനെ നമ്മൾ ഓട്ടോ ഫോൾഡിങ് ഓറിയംസാണ് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിളും ഫോൾഡബിളും ആണ്. ഇവിടെ തന്നെ റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നത്. ക്രോം ഡോർ ഹാൻഡിൽസാണ് വരുന്നത്. പിന്നെ വിൻഡോ ഏരിയ അത്യാവശ്യമുണ്ട്. നല്ലൊരു വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. റൂഫ് റെയിൽസ് ഫങ്ഷണൽ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ലോഡ് കപ്പാസിറ്റി ക്യാരി ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. സിംഗിൾ പെയിൻ സൺറൂഫും വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റീനയും വരുന്നുണ്ട്. പിന്നെ സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞാൽ 5 സ്റ്റാർ NCAP റേറ്ററാണ് ഈ വാഹനം. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു വാഹനമാണ് സൈഡ് പ്രൊഫൈലിൽ നിന്ന്. നമുക്കിനി ബാക്ക് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാൻ കാര്യം പറയുന്നത് LED ടെയിൽ ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓൾ LED സെറ്റപ്പാണ് വരുന്നത്. സ്കോഡയുടെ ഒരു ഡിസൈൻ ലാംഗ്വേജിൻ്റെ ഭാഗമായിട്ട് പുതിയ ബാക്ക് ഡിസൈനാണ്. ലെറ്ററിങ്സ് ആണ് ഓഫർ ചെയ്യുന്നത്. ലോഗോസ് അല്ല. സ്കോഡയുടെ ലോഗോസ് ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. കൈലാക്കിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. റിയർ വൈപ്പേഴ്സ് ഡിഫോക്കസ് ഈ വേരിയൻറ്റിനകത്ത് ഓഫർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആയിട്ടുണ്ട്. ഹൈ മൗണ്ടഡ് സ്ലോപ്പ് ലാമ്പും ഇവിടെ തന്നെ ഒരു വാഷേഴ്സ് വരുന്നുണ്ട്. ഒരു ചെറിയൊരു സ്പോയിലർ ഡിസൈൻ ഓഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ തന്നെ ഇവിടെ തന്നെ റിഫ്ലക്റ്റേഴ്സ് 2 സൈഡിൽ വരുന്നുണ്ട്. 2 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു ക്യാമറയും വരുന്നുണ്ട്. നമ്മുടെ ബമ്പേഴ്സ് ആണെങ്കിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും ഒരു മാറ്റ് സിൽവർ ഫിനിഷിലുമാണ് ഡിഫ്യൂസർ എല്ലാം വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല രസമുണ്ട്. ഒരു ബൾക്കി ഡിസൈനാണ്. റിയൽ വേൾഡിൽ കാണാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ തോന്നിയത് ഈ കാണുന്നതാണ്. ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഐ തിങ്ക് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ് വരുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് കാണുന്നത് ഐ തിങ്ക് സിഗ്നേച്ചർ പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ്. മോസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന് പറയാം. കാരണം 16 ഇഞ്ച് അലോയ് വീൽസ് ഓഫർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് ആൻഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പം 1 ഇഞ്ചിൻ്റെ ഡിഫറൻസ് ഉള്ളൂ. നല്ല കാണാൻ നല്ല രസമുണ്ട്. ഒരു ക്യൂട്ട് ഡിസൈനാണ്. ഈ കളറിലൊരു നോർമൽ ഫാമിലി സ്മോൾ SUV എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് ചെക്കൗട്ട് ചെയ്യാം. ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്കിനി ചെക്കൗട്ട് ചെയ്യാം. അകത്ത് കയറുന്നതിന് മുമ്പ് കീനെ പരിശോധിക്കാം. കീ വരുന്നത് ഒരു സ്മാർട്ട് കീസാണ് വരുന്നത്. ലോക്കും അൺലോക്കും ബൂട്ട് റിലീസിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. ഫിസിക്കൽ കീ വരുന്നുണ്ട്. നമ്മൾ ബാറ്ററി ഡെഡ് ആണെങ്കിൽ ഇതിൽ കൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ല രസമുണ്ട്. നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. ഇൻറ്റീരിയറിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം സീറ്റ്സിൻ്റെ കാര്യം തന്നെ പറയാം. സീറ്റ്സ് വരുന്നത് ബ്ലാക്ക് അപ്പോൾസ്ട്രി ആണ് വരുന്നത്. ലെതറൈറ്റ് അപ്പോൾസ്ട്രി ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് ഗ്രീൻ ഫിനിഷിലെ സ്റ്റിച്ചിങ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 8 വേ പവർ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും റിക്ലൈനും ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയാണ് സീറ്റ്സിൻ്റെ കാര്യം. നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് ഇരുന്നപ്പം തോന്നിയത്. നമുക്കിനി ഡോർ പാനൽസ് ചെക്കൗട്ട് ചെയ്യാം. ഡോർ പാനൽസ് വരുന്നത് വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ഓവറിങ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ വിൻഡോ കൺട്രോൾസ് ഓഫ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്നുണ്ട്. ബാക്ക് വിൻഡോ ഇവിടെ തന്നെ നമ്മളെ ഗ്രീൻ ഫിനിഷ് വരുന്നുണ്ട്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കമ്പയർഡ് ടു അതർ ബ്രാൻഡ്സ്. അപ്പോൾ ഈ കാണുന്ന ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ലെതറിൻ്റെ എലമെൻറ്റ്സ് ആണ്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഐ തിങ്ക് 6 സ്പീക്കേഴ്സിൻ്റെ സെറ്റപ്പാണ് വരുന്നത്. ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഡാഷ്ബോർഡ് വ്യൂ ചെക്കൗട്ട് ചെയ്യാം. ഇട്ട് കയറുകയാണെങ്കിൽ നമുക്കിവിടെ തന്നെ നമ്മൾ ഹെഡ്ലൈറ്റ്സിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ലെവലിങ്ങിൻ്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇതെല്ലാം എലിമിനേറ്റഡ് ആണ്. പാഡൽസ് ആണ് നോർമൽ പാഡൽസ് ആണ് വരുന്നത്. ഇവിടെ തന്നെ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ലിവർ വരുന്നുണ്ട്.
നമുക്കിനി സ്റ്റിയറിംഗ് വീൽ ചെക്കൗട്ട് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ ഇട്ടാണ് വരുന്നത്. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 3 സിലിണ്ടർ എഞ്ചിനാണെങ്കിലും അത്യാവശ്യം നല്ല റിഫൈൻഡ് ആണ്. വൈബ്രേഷൻ എനിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യുന്നില്ല ഈ വാഹനത്ത്. നമുക്ക് ഈ ജസ്റ്റ് ഇപ്പം നമുക്ക് AC ഒന്ന് കുറച്ചിടാം. അത്യാവശ്യം സൈലൻ്റ് ആണ്. എനിക്ക് റിഫൈൻമെൻറ്റ് ലെവൽ സീംസ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. നമുക്കിനി സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം ചെക്കൗട്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്, ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ തന്നെ ക്രോമിൻ്റെയും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ തന്നെ മീഡിയ കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് MID കൺട്രോൾസ് വരുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്റ്റോക്സ് കാണാം. ഇപ്പുറത്തൊക്കെ വൈപ്പേഴ്സിൻ്റെ സ്റ്റോക്സ് കാണാം. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ടോർക്ക് കൺവേർട്ടർ ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് സിഗ്നേച്ചർ വേരിയൻ്റ് തൊട്ട് പാഡൽ ഷിഫ്റ്റേഴ്സും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. MIDയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ യൂണിറ്റാണ് വരുന്നത്. വിത്ത് നമുക്ക് RPMത്തിൻ്റെ മീറ്ററും സ്പീഡോ മീറ്ററും പിന്നെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഓഫർ ചെയ്തിട്ടുണ്ട്. എയർ പ്രഷർ മോണിറ്ററിംഗ്, പിന്നെ സീറ്റ് ബെൽറ്റ് റിമൈൻഡറും, എത്ര കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ടു MT, പിന്നെ ടെമ്പറേച്ചർ എല്ലാം കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് എല്ലാം കാണിക്കുന്നുണ്ട്. നമുക്ക് AC വെൻസിൻ്റെ കാര്യം പറയുന്നെങ്കിൽ ഇവിടെ തന്നെ ഒരു ക്രോം ഫിനിഷ് വരുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് അല്ലെങ്കിൽ പിയാനോ ടച്ച് ഫിനിഷിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ തന്നെ ഒരു മെറ്റീരിയൽ വരുന്ന ഒരു റീയൂസ്ഡ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസാണ് വരുന്നത്. ഒരു നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത്. നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി. ഇവിടെ തന്നെ ഒരു നമ്മളെ ഗ്രീൻ ഫിനിഷ് പോയിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ തന്നെ പോയിട്ടുണ്ട്. ഇവിടെ തന്നെ ആംബിയൻ ലൈറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഡാഷ്ബോർഡ് സീംസ് റിയലി ഗുഡ്. നല്ല ക്വാളിറ്റിയുള്ള ഡാഷ്ബോർഡാണ്. നല്ല ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സെൻട്രൽ ടച്ച് സ്ക്രീനിൻ്റെ കാര്യം തന്നെ ചെക്കൗട്ട് ചെയ്യാം. സ്ക്രീൻ വരുന്ന ഒരു ഐ തിങ്ക് 9 ഇഞ്ച് ഓർ 10 ഇഞ്ചിൻ്റെ യൂണിറ്റാണ് വരുന്നത്. വിത്ത് ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേ, സ്കോഡ കണക്ട് ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട് യൂസ് ചെയ്യാൻ. ഐ തിങ്ക് അത്യാവശ്യം നല്ല രസമുണ്ട്. തന്നെ AC വെൻസ് വരുന്നുണ്ട്. ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പിയാനോ ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഇവിടെ തന്നെ ക്രോമിൻ്റെ ഒരു ഇൻസേർട്ട്സ് വരുന്നുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ ബട്ടൺസ് വരുന്നുണ്ട്. വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തപ്പം കണ്ട വെൻറ്റിലേറ്റഡ് സീറ്റ്സ് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലപോലെ. ഇവിടെ തന്നെ ഓട്ടോമാറ്റിക് കൺട്രോൾസ് വരുന്നുണ്ട്. ഓട്ടോ ACയുടെ കൺട്രോൾസ് ടച്ച് സെൻസിറ്റീവ് ആണ്. ഇവിടെ തന്നെ 2 Type-C പോർട്സ് വരുന്നുണ്ട്, കണക്ടിവിറ്റിക്കും ചാർജിങ്ങിനും. പിന്നെ അല്ലാതെ തന്നെ വയർലെസ് ചാർജർ വരുന്നുണ്ട്. ഇവിടെ നോക്കി നമുക്ക് 12 വോൾട്ടിൻ്റെ സോക്കറ്റ് കാണാം. ഈ കാണുന്നതാണ് ഗിയർ നോബ്. എലിമിനേറ്റഡ് ആണ് വരുന്നത്. 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ആണ് വരുന്നത്. നമുക്ക് എഞ്ചിൻ്റെ സൈഡ് പിന്നെ പറയാം. ലെതർ റാപ്ഡ് ആണ് വരുന്നത്. കൈലാക്കിൻ്റെ റിവേഴ്സ് ക്യാമറയുടെ ക്വാളിറ്റി ചെക്കൗട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫർ ചെയ്തിട്ടുണ്ട്. ഒരു റിവേഴ്സ് ക്യാമറയുടെ ഒരു ജോബ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് കീ സ്റ്റോർ ചെയ്യാനുള്ള പ്രത്യേക ഏരിയ ഉണ്ട്. ഡെഡിക്കേറ്റഡ് ഏരിയ ടു സ്റ്റോർ കീസ്. ഇവിടെ തന്നെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. സിംപ്ലി ക്ലവർ ഫീച്ചർ ആയിട്ടുള്ള. നമുക്ക് ഇവിടെ ഇതിൽ കൂടെ തന്നെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ കുപ്പി അല്ലെങ്കിൽ ബോട്ടിൽസ് അൺലോക്ക് ചെയ്യാം, മീൻസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ തന്നെ നോർമൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ലെതർ ആംബ്രസ്റ്റാണ് വരുന്നത് വിത്ത് ഗ്രീൻ സ്റ്റിച്ചിങ്സ്. സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. ഗ്ലോ ബോക്സ് ആണ് അത്യാവശ്യം ഡീപ്പാണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. അതും ഒരു ഫീച്ചറാണ്. സ്കോഡ സിംപ്ലി ക്ലവർ ഫീച്ചറാണ്. ഇപ്പോൾ ഈ കാണുന്ന ഒരു കൂൾഡ് ഗ്ലോ ബോക്സ് ആണ്. അത്യാവശ്യം കൂളിംഗ് ഒക്കെ ചേരുന്ന ഒരു ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. IR ഡേ നൈറ്റ് IRMs ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആണ്. ഇവിടെ കൂടെ തന്നെ സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് വരുന്ന സിംഗിൾ പെയിൻ ആണ് വരുന്നത്. പാനോറമിക്കില്ല, നോർമൽ സൺറൂഫാണ് വരുന്നത്. ഇവിടെ തന്നെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. LED റീഡിംഗ് ലാംപ്സ് ആണ്. അത് ബാക്ക് പാസഞ്ചറിലും അങ്ങനെ തന്നെ വരുന്നത്. നമ്മളെ സൺവൈസേഴ്സിനകത്ത് മിറേഴ്സ് വരുന്നുണ്ട് പാസഞ്ചർ സൈഡിൽ. ഇവിടെ തന്നെ ഒന്നും വരുന്നില്ല. നോർമൽ IRMs ടോൾ ഹോൾഡർ മാത്രം വരുന്നു. ഗ്രാബ് ഹാൻഡിൽസ് വരുന്നുണ്ട്. അത് പാസഞ്ചർ സൈഡിലേ ഉള്ളൂ. ഇപ്പോൾ ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ കാര്യം പറയാൻ ഡിസൈൻ സീംസ് റിയലി ഗുഡ്. ഒരു അപ് ടു ഡേറ്റ് ഡിസൈനാണ്. ഒരു പെർഫെക്റ്റ് പ്രീമിയം സബ് ഫോം വിത്ത് കോമ്പാക്ട് SUV. നമുക്കിനി ബാക്ക് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ കാര്യം പറയാം. ഹാർഡ് പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നുണ്ട്. ഇവിടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ ഫിനിഷിലെ എലമെൻറ്റ്സ് വരുന്നുണ്ട്. വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട്. ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത്. സ്പീക്കറിൻ്റെ പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട്. സീറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത് ലെതറേറ്റ് സീറ്റ്സ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നെ ഐസോഫിക്സ് മോഡ്സ് വരുന്നുണ്ട്. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സും ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് 3 വരുന്നുണ്ട്. നമ്മളിവിടെ തന്നെ ആംറെസ്റ്റ് വിത്ത് 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ AC വെൻസ് വരുന്നുണ്ട്. 2 Type-C പോർട്സ് വരുന്നുണ്ട്. പിന്നെ സീറ്റ് ഏറ്റവും ബാക്കിലോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന സ്പേസ് ഉണ്ട്. അണ്ടർ തൈ സപ്പോർട്ട് നല്ലോനുണ്ട്. കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട് ഈ വാഹനകത്ത്. അതൊരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. പിന്നെ നമ്മളിവിടെ തന്നെ റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്. ഗ്രാബ് ഹാൻഡിലും വരുന്നുണ്ട്. ഒരു ഹുക്ക് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം വേറെ കാര്യം പറഞ്ഞാൽ സേഫ്റ്റി വരുന്ന 6 എയർ ബാഗ്സ് ആണ് വരുന്നത്. 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആണ്. ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾസ്, പിന്നെ ABS EBD എന്ന് പറയുന്ന ഫീച്ചേഴ്സ്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ എല്ലാം സ്റ്റാൻഡേർഡ് ആണ്. നമുക്കിനി റിയർ ബൂട്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. റിയർ ബൂട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാം. ബൂട്ട് സ്പേസ് അറൗണ്ട് 430 ലീറ്റേഴ്സിൻ്റെ അടുത്താണ് ബൂട്ട് സ്പേസ് വരുന്നത്.
നമ്മളുടെ പാർസൽ ഷെൽഫ് വരുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യം പറയുമ്പോൾ ഇവിടെ തന്നെ നമ്മളെ ഒരു ലാമ്പ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ സ്പെയർ വീലും വരുന്നുണ്ട്. ഐ തിങ്ക് ദാറ്റ്സ് 15 ഇഞ്ചസ് സ്പെയർ വീലാണ്. 15 ഇഞ്ചിൻ്റെ സ്പെയർ വീലാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റ്സിന് വരുന്നുണ്ട്. അതിന് ബൂട്ട് ക്ലോസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എഞ്ചിനിൻ്റെ കാര്യങ്ങൾ പറയാം. കാര്യം പറയും 1 ലിറ്റർ TSI എഞ്ചിനാണ് വരുന്നത്. ടർബോ സ്റ്റാറ്റിസ്ഫൈഡ് ഇഞ്ചക്ഷനാണ്, ടർബോ ചാർജ് എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്ററാണ്, 150 bhp, 175 Nm ഓഫ് ടോർക്കാണ്. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ അവൈലബിൾ ആണ്. ക്ലെയിംഡ് മൈലേജ് ഏറ്റവും കൂടുതലും കിട്ടിയിരിക്കുന്ന 19 to 20 ആണ് ക്ലെയിംഡ് മൈലേജ് വരുന്നത്. റിയൽ ലൈഫിൽ ഐ തിങ്ക് 17 വരെ ഓഫർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് നല്ലൊരു എഞ്ചിനാണ്, അത്യാവശ്യം പവർഫുള്ളാണ്. ടോപ്പ് സ്പീഡ് അറൗണ്ട് 200 ആണ് വരുന്നത്. പിന്നെ ഈ വാഹനത്തിനകത്ത് ഒരു സിംപ്ലി ക്ലവർ ഫീച്ചറുണ്ട്. സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയും, ഇവിടെ തന്നെ ടിക്കറ്റ് ഹോൾഡർ വരുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ബോട്ടിൽ അൺലോക്കർ വരുന്നുണ്ട്. മീൻസ് ബോട്ടിൽ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് വരുന്നത്. ഇവിടെ തന്നെ നമുക്ക് ചെറിയൊരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്. പിന്നെ ബാക്കിലോട്ട് പോയാൽ നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് പാർസൽ ഷെൽഫ് ഇവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ തന്നെ സ്ഥലമുണ്ട്. അതൊരു സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഒരു വലിയ സാധനങ്ങൾ കൊണ്ടുപോകാൻ അത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു നല്ല കാര്യമാണ്. സ്കോഡ കൈലാക്കിൻ്റെ ഈ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അറൗണ്ട് 70 lakhs അടുത്താണ്. എക്സ്ഷോറൂം പ്രൈസ് അറൗണ്ട് 14.5 or 14.3 lakhs അടുത്താണ് വരുന്നത്. അത്യാവശ്യം വാല്യൂ ഫോർ മണിയാണ്. അത്യാവശ്യമല്ല, ഇറ്റ്സ് റിയലി വാല്യൂ ഫോർ മണി. കാരണം വെരി ഗുഡ് ടു ഹാവ് ഫീച്ചേഴ്സ് എല്ലാം ഉള്ളൊരു വാഹനമാണ്. നോ നോൺസെൻസ് വെഹിക്കിളാണ്. കാരണം 6 എയർ ബാഗ്സ് എല്ലാം ഫീച്ചേഴ്സിൻ്റെ ആയിരുന്നു. സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുന്നത് ഇറ്റ്സ് റിയലി ഗുഡ്. 5 സ്റ്റാർ എൻക്യാപ് റേറ്റഡ് ആണ്. ഗ്ലോബൽ എൻക്യാപ് റേറ്റ് ചെയ്തിട്ട് ഹയസ്റ്റ് സ്കോർസ് ഉള്ളൊരു വാഹനമാണ്. അഡൾട്ടിനും ചൈൽഡിനും ഒക്കെ പെൻസിന് 5 സ്റ്റാറിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വാഹനമാണ് ഈ വാഹനം. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ് പറയുന്നത് ഇറ്റ്സ് റിയലി ഗുഡ്. സബ്സോണിൻ്റെ SUV ഏറ്റവും നല്ലൊരു SUV ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സ്കോഡ കൈലാക്കിൻ്റെ ചെറിയൊരു വോക്ക് റൗണ്ട്. ഒരു ഡീറ്റെയിൽ വോക്ക് റൗണ്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ബിഫോർ ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് സൈഡിൽ തന്നെ മെൻഷൻ ഫോർ എൻക്വയറീസ്, ടെസ്റ്റ് ഡ്രൈവ്സ് ആൻഡ് ബുക്കിംഗ്സ്. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടെ തന്നെ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. I've seen a lot of people